ഇന്നിപ്പോ നമ്മൾ റാലി നടത്തി ഇവിടെ വൈകുന്നേരം. ഇന്നലെ വാഹനത്തിലാണ് റാലി നടത്തിയത്. ഇന്നുള്ള വാഹനങ്ങൾ ബൈക്ക്, ഓട്ടോറിക്ഷ ഇത്യാദി കാര്യങ്ങളാണ്. പക്ഷെ അന്ന് കുതിരുണ്ട്, കഴുതുണ്ട്, ഒട്ടകമുണ്ട്. പക്ഷെ അതുപോലെയുള്ള ഒരു റാലിയോ അങ്ങനത്തെ ഒരു സന്തോഷ പ്രകടനം നടത്തി കണ്ടിട്ടില്ലല്ലോ ഇതൊരുക്കും ചരിത്രത്തിൽ. ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ ഇങ്ങനൊരു പ്രത്യേകമായ റാലികൾ ഇസ്ലാമിൽ നമ്മുടെ ചരിത്രമില്ല. ഉണ്ടെങ്കിൽ ഉസ്താദ്മാരെ പറയണം. സുഹൃത്തെ, ഒരു പോയിന്റ് എന്താണെന്നറിയോ? സന്തോഷം, ആ സ്നേഹം കൂടുമ്പോൾ സന്തോഷം കൂടുമ്പോൾ ആരവം കൂടും. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹവും സന്തോഷമുള്ളത് അന്നല്ലേ? അന്ന് അവർക്കുള്ള ആ സൗകര്യം ഉപയോഗപ്പെടുത്തി അവരെന്തുകൊണ്ട് ആഘോഷിച്ചില്ല എന്നല്ലേ ചോദിക്കുന്നത്? അതല്ല ഞാൻ പറയണത്. മുപ്പരിപ്പോ എന്തോ വേജാറായി ഇല്ല, ഞാൻ പെട്ടെന്ന് പറയുന്നത് കാര്യം ക്ലിയർ ചെയ്യാനാ. അന്നുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അന്നവർ പലതും ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. അതിലെ ഒന്ന് മാത്രമാണ് റബീഉൽ അവ്വലിന്റെ ആഘോഷം. ഇങ്ങനെ അന്ന് സൗകര്യം ഉണ്ടായിട്ട് അവര് ചെയ്യാത്തത് പിന്നെ ചെയ്യാവോ? പറ്റും. അങ്ങനെ സ്വഹാബത്തിന്റെ ഇടയിൽ ഉദാഹരണമുണ്ടോ? ഉണ്ട്. തുടക്കത്തിൽ അതാണ് പറഞ്ഞത്. അന്ന് സൗകര്യമുണ്ട്, എഴുതിയില്ല. അന്ന് സൗകര്യമുണ്ട്, പുള്ളിയിട്ടില്ല. അന്ന് സൗകര്യമുണ്ട്, ക്രോഡീകരിച്ചില്ല. എന്തുകൊണ്ട്? ആ സൗകര്യം അതിന്റെ മുമ്പുള്ള കാലത്തുമുണ്ട്. രണ്ടാമത്തെ ബാങ്കിന്റെ സൗകര്യം മുമ്പുണ്ട്, കൊടുത്തില്ല. പിന്നെ എന്തുകൊണ്ടാ കൊടുത്തത്? തറാവീഹ് ഒരുമിച്ചുകൂടി എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്ത് ഒരു ഇമാമിന്റെ കീഴിൽ നടത്താൻ അന്ന് സൗകര്യമുണ്ട്. എന്തുകൊണ്ട് ചെയ്തില്ല? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, നിഅമത്തിൽ ബിദ്അതു ഹാദിഹി, ഇതെന്തൊരു പുത്തൻ ആചാരമാണ്. എന്തൊരു വാക്ക്! ഇതെന്തൊരു പുതിയ പരിപാടി. അന്ന് ഇതിനൊക്കെ പറ്റിയിട്ട് ഓല് ചെയ്യാത്തത് ഇങ്ങളെന്താ പുതിയത് ചെയ്തത്? സംഭവമായിട്ടാ. മാഷാ അല്ലാഹ്, ലൈക്ക് കൊടുക്കുകയാണ്, പച്ചക്കൊടി കാട്ടുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതാണ് നമ്മുടെ മതത്തിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ. അന്നില്ലാത്തത് പുതുതായി പിന്നീട് വരാൻ പറ്റുമോ? പറ്റും. നമ്മളെ ചർച്ച തന്നെ അതല്ലേ. ഉദാഹരണങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിന് ആവശ്യമായതുകൊണ്ടാണ്. അത് മറ്റേ ഹാഫിളുകളെ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ വിഷയമാണ്. ഹാഫിളുകളെ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഖുർആനിന്റെ ക്രോഡീകരണം തെറ്റി. മാണിക്കേളിൽ തെറ്റി. തറാവീഹിന്റെ അജ്മഅ അലൈഹി സ്വഹാബ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ആകപ്പാട് മൂപ്പരെ മേത്ത് കയറിയിട്ടൊന്നുമില്ല. തെറ്റി പ്രശ്നമൊന്നുമില്ല. ചെറിയ തെറ്റൊന്നല്ല, പെരും തെറ്റ്. വിഷയം മൊത്തം പാളി. നമ്മളെ വിഷയം തറാവീഹിന്റെ ജമാഅത്തിന് സൗകര്യം അന്നുണ്ട്. എല്ലാവർക്കും ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതകാലത്ത് എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് നിൽക്കി, ഒരു ഇമാമ് നിൽക്കി, ജമാഅത്ത് നടക്കി, റമദാനല്ലേ നല്ല ദിവസമാണ് നടക്കട്ടെ എന്ന് പറയാതെ അവിടത്തേക്ക് തിരിയാത്ത ഒരു വലിയ പവർ പിന്നെ അതിന്റെ ശേഷം തിരിയാ. അവർക്കില്ലാത്ത ഒരു പുതിയ ഒരു ജമാഅത്തും ഒരു സൂഫിസവും. എന്താണിത്? നബി തങ്ങളെ ജീവിതകാലത്തില്ലാത്ത സൂഫി, റസൂലുള്ളാഹി തങ്ങളെ ഹയാത്ത് കാലത്തില്ലാത്ത ഒരു പുതിയ സംഭവം എന്ന് ചോദിച്ച് എതിരിൽ പറയാതെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത് ഇത് ഈ കാലഘട്ടത്തും ആവശ്യം. ഒരു കുഴപ്പമില്ല, വിഷയം കഴിഞ്ഞു. ആ കാലത്ത് ഇല്ലാത്തത് സൗകര്യമുണ്ട്. വിഷയം എന്തായിരുന്നു? സൗകര്യമുണ്ട്, ചെയ്തില്ല. അതെന്തേ? സൗകര്യമുണ്ട്, ചെയ്തിട്ടില്ല. ഒരു കുഴപ്പമില്ല. സൗകര്യം ഉള്ളപ്പോ ഞമ്മക്ക് ഓല് ചെയ്യാത്തത് ചെയ്യാൻ പറ്റുമോ? പറ്റും. സന്തോഷത്തിന്റെ ഭാഗമായി ഏത് അറ്റം വരെ ഖുർആൻ വിശുദ്ധ ഇസ്ലാം അനുവദിക്കൂല എന്ന് പറയാത്തത് ചെയ്യാൻ പാടില്ല. അതല്ലാത്തതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നുകൂടി ഞാൻ കോട്ട് ചെയ്യുന്നു, സന്തോഷം കൂടുമ്പോ ആരവങ്ങൾ കൂടുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തുകൊണ്ട് അവർ തെരുവുകളിൽ റാലി നടത്തിയില്ല എന്ന് ചോദിക്കുമ്പോ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ തോന്നൽ തോന്നും. പറഞ്ഞ പോലെ എന്നാലും ഓൾക്ക് കുതിരൊക്കെ മുന്നിൽ നിർത്തിയിട്ട് ഒരു റാലി നടത്തായിരുന്നു. ചിന്തിക്കണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിന്ന് ചെമ്പ്രവട്ടം ആ ടൗണിൽ റാലിക്ക് വേണ്ടി പോയില്ലേ? എല്ലാരും പോയില്ലേ? അവിടെ എല്ലാവരും ആവേശത്തോടു കൂടി റാലിക്ക് പങ്കെടുക്കാൻ നിൽക്കുകയാണ്. എന്താണ് റാലി എന്നറിയോ? മുത്തുനബിയുടെ വിഷയത്തിൽ സന്തോഷിച്ച റാലി.
സാങ്കല്പികമായ ഒരു കഥ പറയട്ടെ. സാങ്കല്പികമാണ്, ശ്രദ്ധിക്കണം. ഒരാൾ കുറ്റിപ്പുറത്ത് നിന്ന് വിളിക്കുന്നു. എന്താ പറയുന്നറിയോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കുറ്റിപ്പുറത്തൊരവസരമുണ്ട്. ചെമ്പ്രവട്ടത്ത് റാലി നടക്കോ? നടക്കൂലേ? നടക്കോ? 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 പിന്നെന്താ സംഭവിക്കുക? എല്ലാരും കൂടി കുറ്റിപ്പുറത്തേക്ക് പോവും. എന്തിന്? ആർക്കു വേണ്ടിയാണോ ചെമ്പ്രവട്ടത്തെത്തിയത്? ആർക്കു വേണ്ടിയാണോ റാലി നടത്തുന്നത്? ആ സൗന്ദര്യത്തെ നേരിട്ട് ആസ്വദിക്കാൻ അവസരം ലഭിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ പ്രകടനം ജുലൂസി ബൈന യദൈക്, മുത്തുനബിയെ നേരിൽ കാണാൻ അവസരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരയിരിക്കാൻ അവസരം. അപ്പൊ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന ആളെ നേരിട്ട് കാണാൻ അവസരമുണ്ട്. എന്നിട്ട് നമ്മൾ പോകുക, എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടാ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണാതെ അപ്പുറത്ത് മറയെ പോയിട്ട് മണ്ടാൻ പോവുക. ഇന്ന ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ കുത്തിരിക്കാൻ കഴിയും, സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ കുത്തിരിക്കേ. അപ്പൊ സ്വഹാബത്തിന്റെ കാലത്ത് ഇന്ന് നടന്നതുപോലെ റാലി നടക്കൂല, നടക്കാൻ പാടില്ല. അവർക്ക് ബുദ്ധിയുണ്ട്, മാത്രമല്ല അവർക്ക് അത്രമേൽ മുത്തുനബിയോട് ഇഷ്ടമുണ്ട്. വീട്ടിൽ നിന്ന് അവര് റാലിക്കിറങ്ങില്ല, ഇറങ്ങിയാൽ ഇലാ ഹദ്റത്ത് റസൂലില്ല. വീട്ടിൽ നിന്ന് അവർ എങ്ങോട്ട് ഇറങ്ങുമ്പോഴും ചെറിയ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അവർക്ക് റാലിക്ക് സമയമില്ല, അവർക്ക് മൗലിദ് ഓതാൻ വേറെ ടൈമില്ല. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവർ ഓടുന്നത് ആർക്ക് വേണ്ടിയാണോ മൗലിദ്, ആർക്ക് വേണ്ടിയാണോ റാലി, ആരെ വിഷയത്തിലാണോ ഈ ട്യൂബ് ലൈറ്റ് കത്തുന്നത്, ആ ലോകത്തിന്റെ സൗന്ദര്യത്തെ നേരിട്ട് ആസ്വദിക്കാൻ അവസരം ലഭിച്ച സ്വഹാബത്ത് ആ നബി മുത്തുനബിയുടെ ചുറ്റും ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ സ്നേഹത്തിന്റെ മുന്നിൽ ഏറ്റവും വലുത് അവിടത്തോടുള്ള ബന്ധം നിലനിർത്തലാണ്. ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് മനസ്സിലാവും. പടച്ചോനെ, സ്വഹാബത്ത് ശരിക്ക് റാലി നടത്തരുത്. എങ്ങനെ നടത്തും പടച്ചോനെ? പിന്നെ വേറൊന്ന്, സ്നേഹത്തിന്റെ ആധിക്യം കൂടുമ്പോൾ, സ്നേഹം അധികരിക്കുമ്പോഴാണ് സന്തോഷങ്ങളുടെ ആരവങ്ങൾ കൂടുക എന്ന് ഉസ്താദ് പരാമർശിച്ചു. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആരവങ്ങളും ആഘോഷങ്ങളും ഉണ്ടാകേണ്ടത് സ്വഹാബത്തിൻ്റെ കാലഘട്ടത്തിലാകണം. കാരണം ഈ കാലഘട്ടത്തിനേക്കാളും നല്ല സ്നേഹമുള്ള, എല്ലാം കൊണ്ടും സ്നേഹിച്ചവരാണ് ആ സമൂഹം. അപ്പൊ അവർക്കില്ലാത്തൊരാഘോഷം, അവരന്ന് കാണിക്കാത്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധനാഢ്യന്മാരായ സ്വഹാബാക്കൾ അവര് കാണിക്കാത്ത ഓരോ കാര്യങ്ങളും അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് അനിർവചനീയമാണ്. പക്ഷേ നമ്മുടെ സ്നേഹങ്ങൾ ഇന്ന് പ്രകടന പരതയിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഉസ്താദ് വിശദമായി പറഞ്ഞു തന്നാൽ നന്നാകുമായിരുന്നു. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷപ്രകടനം നടത്തേണ്ടത് നമ്മളെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടവർ സ്വഹാബികളല്ലേ? അവരിലല്ലേ പ്രകടമാവേണ്ടത്? ശരിയാണ്. നമ്മെപ്പോലെ ഏതെങ്കിലും കാലങ്ങളിലോ സമയങ്ങളിലോ പരിമിതിപ്പെടുത്താതെ 24 മണിക്കൂറും സ്വഹാബത്തെ കിറാമിന് ഇതുപോലെ ആഘോഷിക്കൽ തന്നെയാണ്, നബി തങ്ങളെ കൊണ്ട് സന്തോഷിക്കൽ തന്നെയായിരുന്നു ജോലി. എന്നാൽ അവരിതുപോലെ തിളങ്ങുന്ന മാല കെട്ടിയില്ല. കാരണം അന്ന് ആ മാലല്ല. അവര് ഓട്ടോയിലും വാഹനത്തിലും ഒരുപാട് അലങ്കരിച്ചില്ല. കാരണം അന്ന് വാഹനമല്ല. അന്നുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നത് സ്വഹാബത്തെ കിറാമിന്റെ നിലപാടാണ്, ചര്യയാണ്. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം മദീനയെ ഹറമാക്കാൻ തീരുമാനിച്ചപ്പോൾ ദഫ് മുട്ടി പാട്ടുപാടിയ ചരിത്രം, അതുപോലെ ഹബീബായ തങ്ങളെ കൊണ്ട് സന്തോഷിച്ചതൊക്കെ ഒരുപാട് പ്രമാണങ്ങളിൽ ഉണ്ട്. എപ്പോഴും ഹബീബായ തങ്ങളെ കൊണ്ട് സന്തോഷിക്കൽ തന്നെയാണ്.
നബിതങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോൾ കണ്ണുപോലും എടുത്ത സ്വഹാബിമാരുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ പ്രതിരോധിക്കാൻ അമ്പുകൾ ഏറ്റതുണ്ട്. സഅദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ വഫാത്താകുമ്പോൾ 79 അമ്പുകൾ ഉണ്ടായിരുന്നു എന്നുണ്ട്. അപ്പോൾ അവർ നബിതങ്ങളെ കൊണ്ട് സന്തോഷിക്കുകയും നബിതങ്ങളെ എല്ലാ നിലക്കും സ്നേഹിക്കുകയും ചെയ്തു എന്നുള്ളത് പ്രമാണത്തിൽ ഉണ്ട്. അന്നുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം. ഉസ്താദ് പറഞ്ഞു ഇന്നുള്ളത് പോലെയുള്ള സൗകര്യങ്ങൾ അന്നില്ല എന്ന്. പക്ഷേ ഇന്നിപ്പോ നമ്മൾ റാലി നടത്തി ഇവിടെ വൈകുന്നേരം. ഇന്നലെ വാഹനത്തിലാണ് റാലി നടത്തിയത്. ഇന്നുള്ള വാഹനങ്ങൾ ബൈക്ക്, ഓട്ടോറിക്ഷ ഇത്യാദി കാര്യങ്ങളാണ്. പക്ഷെ അന്ന് കുതിരുണ്ട്, കഴുതുണ്ട്, ഒട്ടകമുണ്ട്. പക്ഷെ അതുപോലെയുള്ള ഒരു റാലിയോ അങ്ങനത്തെ ഒരു സന്തോഷ പ്രകടനം നടത്തി കണ്ടിട്ടില്ലല്ലോ ഇതൊരുക്കും ചരിത്രത്തിൽ. ഒരു റബീഉൽ അവ്വൽ വരുമ്പോൾ ഇങ്ങനൊരു പ്രത്യേകമായ റാലികൾ ആണ് ഇസ്ലാമിൽ അങ്ങനെ ചരിത്രമില്ല. ഉണ്ടെങ്കിൽ ഉസ്താദ്മാരെ പറയണം. നമ്മളെ പെട്ടെന്ന് തീരാനാണ് ഞാൻ പറഞ്ഞത്. റാലി അന്ന് നടത്തിയിരുന്നോ എന്നാണ് ഇപ്പൊ നമ്മൾ ചോദിക്കണത്. റാലി റാലി നടത്തലല്ല. അതായത് ഉസ്താദ് പറഞ്ഞു ഓരോ കാലഘട്ടത്തിലും ഇന്നത്തെ സൗകര്യം അന്നില്ല, അതുകൊണ്ടാണ് നടത്താത്തത് എന്ന് പറഞ്ഞു. അല്ലല്ല അങ്ങനെ പറഞ്ഞു. അതെന്താ പറഞ്ഞത്? ഓട്ടോറിക്ഷ ബൈക്കില്ല എന്ന് പറഞ്ഞില്ല. ഒരു മിനിറ്റ്. ഓട്ടോറിക്ഷയ്ക്ക് പകരം അന്ന് കുതിരുണ്ടായിരുന്നു, അന്ന് ഒട്ടകമുണ്ടായിരുന്നു, അന്ന് കഴുതുണ്ടായിരുന്നു. അന്ന് ഒട്ടകം ഉപയോഗിച്ചില്ല അവര്. ഒട്ടകം വാഹനമായിട്ട് ഉപയോഗിച്ചു. റാലിയിൽ ഉണ്ടാക്കിയില്ല. റാലിയിൽ നിങ്ങൾക്ക് ഇത് പൊതുജനങ്ങളോട് പറയാനല്ല നിങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് ജനങ്ങളോട് പറയണം. ഇങ്ങനെ അങ്ങാടിയിലൊക്കെ ചോദിക്കും, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായി അതിനല്ലേ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കും. അന്ന് ഒട്ടകം ഉണ്ടായിട്ടില്ല റാലിയിൽ. ഇല്ലേ? അപ്പൊ പിന്നെ അന്ന് റാലി ഇല്ലാന്ന് വെക്ക. ഒട്ടകം ഇല്ല, റാലി ഇല്ല, കുതിരയില്ല, ഒന്നുമില്ലാന്ന് വെക്ക. റാലിയിൽ മുത്തുമാണിക്ക് കല്ല്. റാലിയിൽ ഒട്ടകമില്ല, കുതിരയില്ല, ഇക്കോലത്തിൽ ഒരു റാലിയില്ല. ഞങ്ങൾ കൂടെയാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അതാണല്ലോ നിങ്ങൾ പറഞ്ഞു തരുന്ന ആകത്തുക. റെഡി? ഇന്ന് നമുക്ക് ഒട്ടകവും കുതിരയും ഒക്കെ വെച്ചിട്ട് ഒരു റാലി ഇങ്ങനെ നടത്താൻ പറ്റുമോ? ഇസ്ലാമിന്റെ നിയമം എന്താ? വെറുതെ മനസ്സിലാക്കണം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ തെറ്റിദ്ധരിക്കും പെട്ടെന്ന്. അതിന് ചോദിക്കാം, അന്ന് കുതിരണ്ട് ഒട്ടകണ്ട് ഓലൊന്നും അത് ഉപയോഗിച്ചില്ല എന്ന് വെക്ക. ഇന്ന് ഒട്ടകവും കുതിരയൊക്കെ വെച്ചിട്ട് ഒരു റാലിയാണ് നടത്താൻ പറ്റുമോ ഇസ്ലാമില്? ധൈര്യം നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയാം. എന്നാ പറയും. നിങ്ങൾക്ക് ഇങ്ങനെ മൈക്കും പിടിച്ച് ഇക്കോളത്തിൽ നിന്നിട്ട് ചോദിക്കാൻ പറ്റുമോ? പറ്റുമോ? പെട്ടെന്ന് നിങ്ങൾ ഒക്കെ പറ്റോ നോക്കല്ലേ. നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഞങ്ങൾക്ക്. അതെന്നാൽ വാദി പ്രതി ഒന്നും ഇവിടൊക്കെ ഈ മുഖാമുഖത്തിന്റെ ശൈലി നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാന്ന് അറിയാം? ഇതൊരു ധാരണ ഉണ്ടാക്കാൻ തന്നെയാണ്. ഇതിപ്പോ ഉസ്താദ് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, എങ്ങനെയും പറഞ്ഞിട്ടില്ല. കാര്യം തിരുത്തിയതാണ്. ഇത് എങ്ങനെ പറഞ്ഞു, എങ്ങനെയും പറഞ്ഞിട്ടില്ല. നമ്മൾ അന്ന് ഉണ്ടോ ഇല്ലേ അതിനൊക്കെ മറുപടി വേറെ പറയും. വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്താണെന്നറിയോ? റാലി നടത്തരുത്. ഒട്ടകവും കുതിരയുമായി നിങ്ങൾ നടത്തുന്ന റാലി അനിസ്ലാമികമാണ്, നടത്താൻ പാടില്ല എന്ന് ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു പുതിയ നിയമം കെട്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് വഹാബികൾ എന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇത്ര ഗൗരവമുള്ള ഒരു വിഷയത്തെ ലാഘവത്തോടെ വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? അതിലേക്ക് തിരിച്ചു വരട്ടെ. ഒരു പോയിന്റ് നിങ്ങളെ കൽബിൽ ഉണ്ടാവണം. ഇതാണ് ഇവിടുത്തെ മെയിൻ പോയിന്റ്. എവിടെ നിന്നാണ് ബിദ്അത്താകുന്നത്? എവിടെ നിന്നാണ് സുന്നത്താകുന്നത്? എന്താണ് ബിദ്അത്തിന്റെ അർത്ഥം? ആരെങ്കിലും പൊന്നു ചങ്ങായിമാരെ ഒരാൾ ഇതൊക്കെ കേൾക്കണം. വല്ല മൗലവിമാര് അറബിയായിട്ട് ബന്ധമുള്ള ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആരെങ്കിലും ഒരാൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ദയവ് ചെയ്ത് 500 രൂപ കൊടുത്തിട്ടെങ്കിലും ഒന്ന് കൊണ്ടുവരും. ഒന്ന് വന്ന് സംസാരിക്കും. ഇത് ബിദ്അത്തും അറിയില്ല, സുന്നത്തും അറിയില്ല, എന്താണ് ഒന്നും അറിയില്ല. ഈ സുഹൃത്ത് ഒരു സാധു ആയതുകൊണ്ട് ഞാൻ അതിങ്ങനെ സംസാരിക്കുന്നത്. ഇതിപ്പോ നമ്മളെ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. ഞാൻ പറയുന്നത് പറ്റൂലേ റാലി നടത്തുന്ന വിധി എന്താ? ഈ സദസ്സിൽ അത് ഉറക്കെ പറയണം. റാലി കുതിരയുമായി ഇങ്ങനെ നടത്താൻ പറ്റുമോ? ഞാൻ ചോദിച്ചു തുടങ്ങിയത് ഉസ്താദിന്റെ പ്രസംഗത്തിൽ നിന്ന് ഉള്ള ഒരു ആശയത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ സന്തോഷം കൂടുന്നു. ഇന്നുള്ള സൗകര്യങ്ങൾ അന്നില്ലായിരുന്നു, അതുകൊണ്ട് അവരങ്ങനെ ആഘോഷിച്ചില്ല എന്ന് മുമ്പൊരു പരാമർശം ഉണ്ടായി. ഏത് വിഷയത്തിൽ?
ഇതിപ്പോ എന്താ ലൈറ്റിന്റെ വിഷയങ്ങളിലൊക്കെ ഉസ്താദ് പരാമർശിച്ചു. പരാമർശം എന്താ പരാമർശിച്ചത്? എന്നാ അത് ഇതില്ലാത്തതുകൊണ്ട് ഉസ്താദ് പറഞ്ഞു ഇന്ന് ഓട്ടോറിക്ഷ ഇല്ല, അന്ന് ഓട്ടോറിക്ഷ ഇല്ല, അതുകൊണ്ട് ഇന്ന് ഓട്ടോറിക്ഷ നടത്തുന്നു, അന്ന് അതില്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. ലൈറ്റ് അന്നുണ്ടോ? ഞാൻ എന്റെ വിഷയം മൊത്തത്തിലാണ് എന്ന് പറഞ്ഞാൽ അന്നില്ലാത്തത് ഇന്നുണ്ട്, അതുകൊണ്ട് സ്നേഹം കൂടുന്തോറും അതിന്റെ വർണ്ണങ്ങളും നിറങ്ങളും എല്ലാം അധികരിക്കും, അതിന്റെ ആഘോഷങ്ങൾ അധികരിക്കും എന്നാണ് ഉസ്താദിന്റെ ആശയം. അതെ, ഉസ്താദ് പറഞ്ഞത്. തീർച്ചയായും. ഞാൻ ചോദിക്കുകയാണ്, അന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരുടെ ലോകമാണ് സഹാബാക്കളുടെ കാലം. സഹാബത്തിന് തങ്ങളുടെ കാലഘട്ടം. ആ കാലഘട്ടത്തിലുള്ള ഒരു സഹാബി ഇങ്ങനെയെങ്കിലും ഏതെങ്കിലും, അതായത് അന്ന് പണമുണ്ട്, അന്ന് സമ്പാദ്യങ്ങളുണ്ട്, അന്ന് ആഘോഷിക്കാനുള്ള വാഹനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, ആഘോഷങ്ങൾ അന്ന് കണ്ടിട്ടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഒരു ആഘോഷം ഉണ്ടായിട്ടില്ല എന്നാണോ? ആ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ അതായത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക് സുഹൃത്തെ, ഒരു പോയിന്റ് എന്താണെന്നറിയോ? സന്തോഷം, ആ സ്നേഹം കൂടുമ്പോ സന്തോഷം കൂടുമ്പോ ആരവം കൂടും. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ചെയ്തു. അപ്പൊ ഏറ്റവും കൂടുതൽ സ്നേഹവും സന്തോഷമുള്ളത് അന്നല്ലേ? അന്ന് അവർക്കുള്ള ആ സൗകര്യം ഉപയോഗപ്പെടുത്തി അവരെന്തുകൊണ്ട് ആഘോഷിച്ചില്ല എന്നല്ലേ ചോദിക്കുന്നത്? അതല്ല ഞാൻ പറയണത്. മുപ്പരിപ്പോ എന്തോ വേജാറായി ഇല്ല, ഞാൻ പെട്ടെന്ന് പറയുന്നത് കാര്യം ക്ലിയർ ചെയ്യാനാ. അന്നുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് അന്നവർ പലതും ചെയ്തിട്ടില്ല. ഇന്ന് നമ്മൾ പലതും ചെയ്യുന്നുണ്ട്. അതിലെ ഒന്ന് മാത്രമാണ് റബീഉൽ അവ്വലിന്റെ ആഘോഷം. ഇങ്ങനെ അന്ന് സൗകര്യം ഉണ്ടായിട്ട് അവര് ചെയ്യാത്തത് പിന്നെ ചെയ്യാവോ? പറ്റും. അങ്ങനെ സ്വഹാബത്തിന്റെ ഇടയിൽ ഉദാഹരണമുണ്ടോ? ഉണ്ട്. തുടക്കത്തിൽ അതാണ് പറഞ്ഞത്. അന്ന് സൗകര്യമുണ്ട്, എഴുതിയില്ല. അന്ന് സൗകര്യമുണ്ട്, പുള്ളിയിട്ടില്ല. അന്ന് സൗകര്യമുണ്ട്, ക്രോഡീകരിച്ചില്ല. എന്തുകൊണ്ട്? ആ സൗകര്യം അതിന്റെ മുമ്പുള്ള കാലത്തുമുണ്ട്. രണ്ടാമത്തെ ബാങ്കിന്റെ സൗകര്യം മുമ്പുണ്ട്, കൊടുത്തില്ല. പിന്നെ എന്തുകൊണ്ടാ കൊടുത്തത്? തറാവീഹ് ഒരുമിച്ചുകൂടി എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്ത് ഒരു ഇമാമിന്റെ കീഴിൽ നടത്താൻ അന്ന് സൗകര്യമുണ്ട്. എന്തുകൊണ്ട് ചെയ്തില്ല? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, നിഅമത്തിൽ ബിദ്അതു ഹാദിഹി, ഇതെന്തൊരു പുത്തൻ ആചാരമാണ്. എന്തൊരു വാക്ക്! ഇതെന്തൊരു പുതിയ പരിപാടി. അന്ന് ഇതിനൊക്കെ പറ്റിയിട്ട് ഓല് ചെയ്യാത്തത് ഇങ്ങളെന്താ പുതിയത് ചെയ്തത്? സംഭവമായിട്ടാ മാഷാ അല്ലാഹ്. ലൈക്ക് കൊടുക്കുകയാണ്, പച്ചക്കൊടി കാട്ടുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇതാണ് നമ്മുടെ മതത്തിന്റെ വിഷയം ചർച്ച ചെയ്യുമ്പോൾ. അന്നില്ലാത്തത് പുതുതായി പിന്നീട് വരാൻ പറ്റുമോ? പറ്റും. നമ്മളെ ചർച്ച തന്നെ അതല്ലേ. ഉദാഹരണങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിന് ആവശ്യമായതുകൊണ്ടാണ്. അത് മറ്റേ ഹാഫിളുകളെ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ വിഷയമാണ്. ഹാഫിളുകളെ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഖുർആനിന്റെ ക്രോഡീകരണം തെറ്റി. മണികളിൽ തെറ്റി. തറാവീഹിന്റെ അജ്മ അലൈഹി സ്വഹാബ. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ആകപ്പാട് മൂപ്പരെ മേത്ത് കയറിയിട്ടൊന്നുമില്ല. തെറ്റി പ്രശ്നമൊന്നുമില്ല. ചെറിയ തെറ്റൊന്നല്ല, പെരും തെറ്റ്. വിഷയം മൊത്തം പാളി. നമ്മളെ വിഷയം തറാവീഹിന്റെ ജമാഅത്തിന് സൗകര്യം അന്നുണ്ട്. എല്ലാവർക്കും ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതകാലത്ത് എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് നിൽക്കി, ഒരു ഇമാമ് നിൽക്കി, ജമാഅത്ത് നടക്കി, റമദാൻ അല്ലേ, നല്ല ദിവസമാണ്, നടക്കട്ടെ എന്ന് പറയാതെ അവിടത്തേക്ക് തിരിയാത്ത ഒരു വലിയ പവർ പിന്നെ അതിന്റെ ശേഷം തിരിയാ. അവർക്കില്ലാത്ത ഒരു പുതിയ ഒരു ജമാഅത്തും ഒരു സൂഫിസവും. എന്താണിത്? നബി തങ്ങളെ ജീവിതകാലത്തില്ലാത്ത സൂഫി, റസൂലുള്ളാഹി തങ്ങളെ ഹയാത്ത് കാലത്തില്ലാത്ത ഒരു പുതിയ സംഭവം എന്ന് ചോദിച്ച് എതിരിൽ പറയാതെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത് ഇത് ഈ കാലഘട്ടത്തും ആവശ്യം. ഒരു കുഴപ്പമില്ല, വിഷയം കഴിഞ്ഞു. ആ കാലത്ത് ഇല്ലാത്തത് സൗകര്യമുണ്ട്. വിഷയം എന്തായിരുന്നു? സൗകര്യമുണ്ട്, ചെയ്തില്ല. അതെന്തേ? സൗകര്യമുണ്ട്, ചെയ്തിട്ടില്ല. ഒരു കുഴപ്പമില്ല. സൗകര്യം ഉള്ളപ്പോ ഞമ്മക്ക് ഓല് ചെയ്യാത്തത് ചെയ്യാൻ പറ്റുമോ? പറ്റും. സന്തോഷത്തിന്റെ ഭാഗമായി ഏത് അറ്റം വരെ ഖുർആൻ വിശുദ്ധ ഇസ്ലാം അനുവദിക്കൂല എന്ന് പറയാത്തത് ചെയ്യാൻ പാടില്ല. അതല്ലാത്തതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഒന്നുകൂടി ഞാൻ കോട്ട് ചെയ്യുന്നു, സന്തോഷം കൂടുമ്പോ ആരവങ്ങൾ കൂടുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ എന്തുകൊണ്ട് അവർ തെരുവുകളിൽ റാലി നടത്തിയില്ല എന്ന് ചോദിക്കുമ്പോ
സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ തോന്നൽ തോന്നും. പറഞ്ഞ പോലെ എന്നാലും ഓൾക്ക് കുതിരൊക്കെ മുന്നിൽ നിർത്തിയിട്ട് റാലി നടത്തായിരുന്നു. നിങ്ങൾ ചിന്തിക്കണത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിന്ന് ചെമ്പ്രവട്ടം ആ ടൗണിൽ റാലിക്ക് വേണ്ടി പോയില്ലേ? എല്ലാരും പോയില്ലേ? അവിടെ എല്ലാവരും ആവേശത്തോടു കൂടി റാലിക്ക് പങ്കെടുക്കാൻ നിൽക്കുകയാണ്. എന്താണ് റാലി എന്നറിയോ? മുത്തുനബിയുടെ വിഷയത്തിൽ സന്തോഷിച്ച റാലി. സാങ്കല്പികമായ ഒരു കഥ പറയട്ടെ. സാങ്കല്പികമാണ്, ശ്രദ്ധിക്കണം. ഒരാൾ കുറ്റിപ്പുറത്ത് നിന്ന് വിളിക്കുന്നു. എന്താ പറയുന്നറിയോ? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കുറ്റിപ്പുറത്തൊരവസരമുണ്ട്. ചെമ്പ്രവട്ടത്ത് റാലി നടക്കൂലേ? നടക്കോ? പിന്നെന്താ സംഭവിക്കുക? എല്ലാരും കൂടി കുറ്റിപ്പുറത്തേക്ക് പോവും. എന്തിന്? ആർക്കു വേണ്ടിയാണോ ചെമ്പ്രവട്ടത്തെത്തിയത്? ആർക്കു വേണ്ടിയാണോ റാലി നടത്തുന്നത്? ആ സൗന്ദര്യത്തെ നേരിട്ട് ആസ്വദിക്കാൻ അവസരം ലഭിക്കുന്നു. അവരുടെ ഏറ്റവും വലിയ പ്രകടനം ജുലൂസി ബൈന യദൈക്, മുത്തുനബിയെ നേരിൽ കാണാൻ അവസരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരയിരിക്കാൻ അവസരം. അപ്പൊ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന ആളെ നേരിട്ട് കാണാൻ അവസരമുണ്ട്. എന്നിട്ട് നമ്മൾ പോവുക, എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടാ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണാതെ അപ്പുറത്ത് മറയെ പോയിട്ട് മണ്ടാൻ പോവുക. ഇന്ന ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ കുത്തിരിക്കാൻ കഴിയും, സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ കുത്തിരിക്കേ. അപ്പൊ സ്വഹാബത്തിന്റെ കാലത്ത് ഇന്ന് നടന്നതുപോലെ റാലി നടക്കൂല, നടക്കാൻ പാടില്ല. അവർക്ക് ബുദ്ധിയുണ്ട്, മാത്രമല്ല അവർക്ക് അത്രമേൽ മുത്തുനബിയോട് ഇഷ്ടമുണ്ട്. വീട്ടിൽ നിന്ന് അവര് റാലിക്കിറങ്ങില്ല, ഇറങ്ങിയാൽ ഇലാ ഹദ്റത്ത് റസൂലില്ല. വീട്ടിൽ നിന്ന് അവർ എങ്ങോട്ട് ഇറങ്ങുമ്പോഴും ചെറിയ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അവർക്ക് റാലിക്ക് സമയമില്ല, അവർക്ക് മൗലിദ് ഓതാൻ വേറെ ടൈമില്ല. ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവർ ഓടുന്നത് ആർക്ക് വേണ്ടിയാണോ മൗലിദ്, ആർക്ക് വേണ്ടിയാണോ റാലി, ആരെ വിഷയത്തിലാണോ ഈ ട്യൂബ് ലൈറ്റ് കത്തുന്നത്, ആ ലോകത്തിന്റെ സൗന്ദര്യത്തെ നേരിട്ട് ആസ്വദിക്കാൻ അവസരം ലഭിച്ച സ്വഹാബത്ത് ആ മുത്തുനബിയുടെ ചുറ്റും ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ സ്നേഹത്തിന്റെ മുന്നിൽ ഏറ്റവും വലുത് അവിടത്തോടുള്ള ബന്ധം നിലനിർത്തലാണ്. ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് മനസ്സിലാവും. പടച്ചോനെ, സ്വഹാബത്ത് ശരിക്ക് റാലി നടത്തരുത്. എങ്ങനെ നടത്തും പടച്ചോനെ? പിന്നെ വേറൊന്ന്, ബദറും ഉഹദും വലിയ വലിയ സമരങ്ങളും നടക്കുന്ന കാലം, ഇസ്ലാമിന്റെ തുടക്കം. എങ്ങനെയെങ്കിലും നിലനിൽപ്പിന് വേണ്ടി എല്ലാ ചെറുത്തുനിൽപ്പും നടത്തുന്ന കാലം. കാലത്തെക്കുറിച്ചൊരു ബോധമില്ല. ഇങ്ങനെ ചോദിക്കുക, മലിക്കുൽ മുസഫർ നടത്തിയതുപോലെ സംഗതി നടന്നിക്കണോ? അബൂജഹൽ അപ്പുറത്തു കൂടെ അങ്ങനെ വരും. അപ്പൊ അവിടെ വേണ്ടത് ചെയ്യും, ഇടപെടേണ്ട രൂപത്തിൽ അവിടെ സമരങ്ങൾ ആവശ്യമായി വരും. അപകടങ്ങൾ പെട്ടെന്ന് പിണയും, പ്രശ്നങ്ങൾ വരും, ശത്രുക്കൾ അവിടെയുണ്ട് ഇവിടെയുണ്ട്. ഉഹദ് നടന്നത് ആ കാലഘട്ടത്തിലാണ്. ഇതൊക്കെ കൂട്ടി വായിക്കണം. പിന്നെ സ്വഹാബത്തിന് ഏറ്റവും സ്നേഹമുള്ള മുത്തുനബിയുടെ കൂടെ ഒത്തുചേരാനുള്ള അവസരം കിട്ടിയ അക്കാലത്ത് അവർ ചെയ്ത ഏറ്റവും വലിയ റാലിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി മുത്തുനബിനെ കാണാൻ പോയി എന്നുള്ളത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന് റാലി നടത്തുന്നത് എന്തിനാണെന്നറിയോ? ഈ റാലി കഴിഞ്ഞിട്ട് ഈ സന്തോഷവും മൗലിദൊക്കെ ഓതിയിട്ട് ഉറക്കത്തിലെങ്കിലും ഒന്ന് കാണാൻ. സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, സ്വല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്, ഒന്ന് കാണാൻ. അല്ലാഹ് ആമീൻ. ഇങ്ങനെ നല്ല മാറ്റത്തിന് ഇങ്ങനെ കുലു മാഷാ അല്ലാഹ്. ഇതിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഇങ്ങനെ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ആർക്കും വിഷമം തോന്നരുത്. ചോദിക്കണതും പറയണതൊക്കെ അതിന് വേണ്ടിയാ. ഇപ്പൊ മൂപ്പര് അറബി പറഞ്ഞ് ചൂടായെന്ന് വിചാരിക്കരുത്. ചിലർ അങ്ങനെ വിചാരിച്ചു, പഠിച്ചാൽ ഒരു ചൂടായോ? മൂപ്പര് നിങ്ങൾക്ക് നന്ദി പറഞ്ഞതാണ്. എനിക്ക്